ഹലോ, നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചു. അതായത് ന്യൂനസംഖ്യകൾ കൂട്ടാനും കുറക്കാനൊക്കെ നമ്മൾ പറഞ്ഞു. നമുക്ക് നെക്സ്റ്റ് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പറയാം. അതായത് ന്യൂനസംഖ്യകൾ എങ്ങനെ ഗുണിക്കാമെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഇങ്ങനെയാണ് 2 × 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 3 എന്ന് പറഞ്ഞാൽ 6 അല്ലേ, എല്ലാവർക്കും അറിയില്ലേ. അപ്പോൾ ഇവിടെ 2 എന്താണ്? ഒരു പോസിറ്റീവ് 2 ആണ്. അതുപോലെ ഇതും പോസിറ്റീവ് തന്നെയല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? പോസിറ്റീവ് 6 തന്നെ. അതായത് ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ മുമ്പിൽ ഒരു പോസിറ്റീവ് ഉണ്ട് എന്നാണല്ലോ അർത്ഥം. +2 × പോസിറ്റീവ് 3 ആണല്ലേ നമുക്ക്. അപ്പോൾ എന്താണ് കിട്ടുന്നത്? പോസിറ്റീവ് 6 തന്നെയാണ് കിട്ടുന്നത്. അതായത് 2 പോസിറ്റീവ് സംഖ്യകൾ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പോസിറ്റീവ് തന്നെ ആയിരിക്കും ആൻസർ കിട്ടുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. -2 × -3 ആണെങ്കിലോ? അപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക? രണ്ടും നെഗറ്റീവാണ്. അപ്പോൾ 2 നെഗറ്റീവ് സംഖ്യകളാണിത്. അപ്പോൾ നമുക്ക് 2 നെഗറ്റീവ് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് എന്താണ് കിട്ടുക? പോസിറ്റീവാണ് കിട്ടുക. ഓക്കെ, 2 നെഗറ്റീവ് സംഖ്യകൾ ഗുണിച്ചാൽ നമുക്ക് എന്താണ് കിട്ടുക? പോസിറ്റീവാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഇത് രണ്ടും കൂടെ ഗുണിക്കുക. എന്താണ്? അപ്പോൾ നമുക്ക് കിട്ടും പോസിറ്റീവ് 6 തന്നെ കിട്ടും. 2 നെഗറ്റീവ് സംഖ്യകൾ ഗുണിച്ചാൽ പോസിറ്റീവാണ് ആൻസർ കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് -2 × +3 ആണ്. -2 × 3 ആണ്. 3 എന്ന് പറഞ്ഞാൽ +3 എന്നാണല്ലോ. ഒന്നുമില്ലെങ്കിൽ പ്ലസ് ഉണ്ട് എന്നാണ് അതിനർത്ഥം, പോസിറ്റീവ് ആണെന്നാണ്. അപ്പോൾ -2 × പ്ലസ് ആണ്. ഒരു മൈനസും ഒരു പ്ലസ്സും ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും കിട്ടുന്ന ആൻസറിൽ? നമുക്ക് മൈനസ് ആയിരിക്കും. ഓക്കെ, ആദ്യം നമ്മൾ 2 × 3 എന്താണ്? 6 ആണ്. -6 ആയിരിക്കും. മൈനസും പ്ലസ്സും കൂടെ ഇൻറ്റു ചെയ്താൽ കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ 2 × -3 എന്നാണ്. ഇവിടെ അതുപോലെ ഒരു പോസിറ്റീവും ആണ് ഒരു നെഗറ്റീവും ആണ് അല്ലേ. അപ്പോഴും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ത് തന്നെ ആയിരിക്കും? നെഗറ്റീവ് തന്നെ ആയിരിക്കും. -6 തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയാണ് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ ഭയങ്കര സിമ്പിളാണല്ലേ. അപ്പം ഒരു പോസിറ്റീവ് സംഖ്യനോട് തന്നെ ഗുണിച്ചാൽ എന്തായിരിക്കും? നമുക്ക് കിട്ടുന്ന ആൻസറും പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഓക്കെ, പോസിറ്റീവ് സംഖ്യനോട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസറും എന്താണ്? പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ ഒരു നെഗറ്റീവ് സംഖ്യനെ നെഗറ്റീവ് കൊണ്ട് ഗുണിച്ചാലോ നമുക്ക് കിട്ടുന്ന ആൻസറും എന്തെന്നെ ആയിരിക്കും? അപ്പോഴും നമുക്ക് കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് × നെഗറ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു നെഗറ്റീവ് സംഖ്യയും ഒരു പോസിറ്റീവ് സംഖ്യയും കൂടെ ഗുണിച്ചാൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് സംഖ്യനെയും നെഗറ്റീവ് സംഖ്യനെയും ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് തന്നെ ആയിരിക്കും അല്ലേ. ഇത് സിമ്പിളല്ലേ. ഒരുപോലത്തെ ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരുപോലത്തെ സൈൻ ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആയിരിക്കും. രണ്ടും പ്ലസ് ആണെങ്കിൽ പോസിറ്റീവ്, അതുപോലെ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് തന്നെ കിട്ടും. അത് രണ്ടും വ്യത്യസ്ത സൈൻ ആണെങ്കിലോ നമുക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും കിട്ടുക. ഓക്കെ അല്ലേ ഇത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി നോക്കുക, നമുക്ക് ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. -2 × -5 എന്തായിരിക്കും? അപ്പോൾ രണ്ടും നെഗറ്റീവ് ആണല്ലേ. അപ്പോൾ 2 നെഗറ്റീവ് ഗുണിച്ചാൽ നമുക്ക് പോസിറ്റീവ് ആയിരിക്കും കിട്ടുന്ന ആൻസർ. അപ്പോൾ +10 ആയിരിക്കും അല്ലേ. ഇനി -5 × 3 എന്നാണെങ്കിലോ? ഇത് ഒന്ന് നെഗറ്റീവാണ്, ഒന്ന് പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? നെഗറ്റീവാണ്. നമുക്ക് കിട്ടുന്ന ആൻസർ നെഗറ്റീവാണ് ഉണ്ടാവുക. അപ്പോൾ -15 ആയിരിക്കും. ഓക്കെ, നെഗറ്റീവും പോസിറ്റീവും കൂടെ ഇൻറ്റു ചെയ്താൽ നെഗറ്റീവാണ് നമുക്ക് കിട്ടുക അല്ലേ. ഇനിയിപ്പോൾ -7 × -2 എന്തായിരിക്കും? രണ്ടും നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആയിരിക്കും. 7 × 2 14 അല്ലേ, 14 ആയിരിക്കും. ഇനിയിപ്പോൾ 20 × -2 എന്നാണെങ്കിലോ? ഇത് ഒന്ന് പോസിറ്റീവാണ്, ഒന്ന് നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആയിരിക്കും. -20 × 2 40. അപ്പോൾ -14 ആയിരിക്കും. ഓക്കെ, ഈ ഒരു സംഭവം ഓർത്തു വെക്കുക. പോസിറ്റീവ്, നെഗറ്റീവും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവും പോസിറ്റീവും എന്താണ്? നെഗറ്റീവാണ്. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? Taking various positive and negative numbers as x, y, z and compute x + y × z and xz + yz. Check whether the equation x + y × z is equal to x × z + y × z. അതായത് ഈ എക്സിനും വൈക്കും സെഡിനും ഒക്കെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള നമ്പർ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ഇക്വേഷൻ ശരിയാവുണ്ടോ എന്നാണ് നമ്മളോട് നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ഇക്വേഷൻ നോക്കിയിട്ട് ഞാൻ അത് രണ്ടും ഈക്വൽ ആണോ എന്നാണ് നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് എക്സിന്
എക്സിന് 1ഉം വൈക്ക് 2ഉം ഇസഡിന് 3 ഇട്ട് കൊടുത്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഈ സൈഡ് നോക്കാം. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആൻഡ് ഈ മറ്റേ സൈഡ് എന്താണ് എക്സ് സെഡ് പ്ലസ് വൈ സെഡ്. അത് രണ്ടും ഈക്വൽ ആണോ നോക്കാം നമുക്ക് ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോഴും. അപ്പോൾ എക്സിന് നമ്മൾ 1 കൊടുക്കുക, വൈക്ക് 2, സെഡിന് 3. അപ്പോൾ എന്താണ് 1 + 2. ആദ്യം നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ ചെയ്യാം. ഈ 3 എന്ന് ഈ പുറത്തുള്ള 3 എന്ന് പറയുന്നത് ഇതിന് രണ്ടിനുള്ളതാണല്ലേ അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ 1 + 2 എന്ന് പറയുന്നത് 3 ആണ്. ഈ ബ്രാക്കറ്റ് ഇട്ടാൽ അതിനർത്ഥം ഇൻറ്റു എന്നല്ലേ, ഇൻറ്റു 3. 3 × 3 എന്ന് പറയുന്നത് എന്താണ് 9. ഇതിന് രണ്ടിനും പോസിറ്റീവാണ്, അപ്പോൾ നമുക്ക് കിട്ടുന്നതും പോസിറ്റീവ് തന്നെ ആയിരിക്കും. അപ്പോൾ 9 ആണ്. നമുക്ക് ഇത് നോക്കാം. എക്സ് സെഡ് പ്ലസ് വൈ സെഡ് എന്താ നോക്കാം. എക്സിന് നമ്മൾ 1 ആണ്, സെഡിന് നമ്മൾ 3 ആണ്, പ്ലസ് വൈ സെഡ് എന്താണ് 2 ആണ് ഇൻറ്റു 3. ഇവിടെ വൈ സെഡ് എന്ന് പറഞ്ഞാൽ വൈ ഇൻറ്റു സെഡ് എന്നാണല്ലേ അർത്ഥം. 1 × 3 3 ആണ്, പ്ലസ് 2 × 3 എന്ന് പറയുന്നത് 6 ആണ്. 3 + 6 എന്ന് പറയുന്നത് എന്താണ് 9 അല്ലേ. അപ്പം ഈ ഇക്വേഷൻ ഈക്വൽ ആണ്. നമ്മോട് ഇവിടെ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ എന്ന സമവാക്യം ശരിയാകുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് വ്യത്യസ്ത വാല്യൂകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് നമ്മൾ ഈ ഒരു വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് ട്രൂ ആണ്. ഇനി നമുക്ക് വേറൊരു വാല്യൂ ഇട്ട് കൊടുത്ത് നോക്കാം. എക്സിനൊരു നെഗറ്റീവും വൈ ഒരു 2ഉം സെഡ് നമുക്കൊരു -3ഉം ആണെങ്കിൽ എന്തായിരിക്കും എന്ന് നോക്കാം. നമുക്ക് ആദ്യം എക്സ് പ്ലസ് വൈ ഇൻറ്റു സെഡ് ആൻഡ് എക്സ് സെഡ് പ്ലസ് വൈ സെഡ് ഇത് രണ്ടുമാണല്ലോ നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. എന്നിട്ട് അത് ഈക്വൽ ആണോ എന്നാണ് നോക്കാനുള്ളത്. അപ്പോൾ എക്സിന് നമ്മൾ -1, വൈക്ക് നമ്മൾ ഇതിൽ എക്സ് ഈക്വൽ ടു -1, വൈ ഈക്വൽ ടു 2, സെഡ് ഈസ് ഈക്വൽ ടു -3 എന്ന് ഇതിൽ എക്സിൻ്റെ വാല്യൂ, വൈക്ക് വൈൻ്റെ വാല്യൂ, സെഡിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. -1 പ്ലസ് വൈ എന്താണ് 2 ആണ്, സെഡ് നമ്മൾ -3 ആക്കിയാണ് എടുത്തത്. അപ്പോൾ ഇൻറ്റു -3 ആണ് ഇട്ടത്, ഇൻറ്റു -3. അപ്പോൾ ഇതെന്താണ് ആദ്യം നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ ചെയ്യാം. -1 + 2 എന്താണ് 1 അല്ലേ, ഇൻറ്റു -3. അപ്പോൾ ഇതിൻ്റെ ആദ്യം 1 × 3 3 ആയിരിക്കും. ഇനി അത് -3 ആണോ +3 ആണോ? ഇവിടെ നമുക്കൊരു പോസിറ്റീവ് ഉണ്ട്, ഒരു നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആയിരിക്കും. രണ്ട് വ്യത്യസ്ത സൈൻ ഉണ്ടെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും അല്ലേ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ -3 എന്നായിരിക്കും ഇത്. ഇനി നമുക്ക് എക്സ് സെഡ് പ്ലസ് വൈ സെഡ് ചെയ്യാം. എക്സ് എന്താണ് -1 ഇൻറ്റു സെഡ് എന്താണ് -3 ആണ്, പ്ലസ് വൈ എന്താണ് 2 ആണ്, സെഡിന് നമ്മൾ വാല്യൂ കൊടുത്തത് -3 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ചെയ്യാം. -1 ഇൻറ്റു -3 രണ്ടും മൈനസ് ആണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ആയിരിക്കും അല്ലേ. -1 × 3 എന്ന് പറയുന്നത് 3 ആണ്, സൈന് രണ്ടും നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറിൽ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, പ്ലസ് 2 × -3 ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ആണ്. അപ്പോൾ നമുക്ക് കിട്ടുക നെഗറ്റീവ് ആയിരിക്കും. 2 × -3 എന്ന് പറയുമ്പോൾ 2 6 ആണല്ലേ. 2 × 3 എന്ന് പറയുന്നത് 6 ആണ്. ഇനിയിപ്പോൾ നമുക്കിവിടെ പ്ലസ് ഉണ്ട് മൈനസ് ഉണ്ട്. പ്ലസ്സും മൈനസും വന്നാൽ നമ്മൾ മൈനസ് ചെയ്യണം എന്നല്ലേ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ 3 - 6 ആണിത്. 3 - 6 എന്ന് പറഞ്ഞാൽ എന്താണ് -3 എന്നല്ലേ, -3 ആണ്. അപ്പോൾ ഇവിടെ നോക്കൂ, നമുക്ക് ഈ സൈഡും -3 എന്ന് കിട്ടി, ഈ സൈഡും -3 എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു ഇക്വേഷനും ശരിയാണെന്ന് നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ എന്താണ് എക്സ് പ്ലസ് വൈ ഇൻറ്റു സെഡ് ഈസ് ഈക്വൽ ടു എക്സ് സെഡ് പ്ലസ് വൈ സെഡ് എന്നാണ്. ഏത് പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് നമുക്ക് കിട്ടി. ഇനി നിങ്ങൾ 1-2 വാല്യൂസൊക്കെ ഇട്ട് ചെയ്ത് നോക്കുക. ഇത് ഓക്കെ അല്ലേ. ഈ ഇക്വേഷന് എല്ലാത്തിലും ശരിയാവേണ്ടതെന്ന് നമ്മൾ പരിശോധിച്ചു. നമുക്കത് എല്ലാത്തിലും ശരിയാവേണ്ടതെന്ന് കിട്ടി. നെഗറ്റീവ് നമ്പേഴ്സിലും പോസിറ്റീവ് നമ്പേഴ്സിലും ഒക്കെ ശരിയാവേണ്ടതെന്ന് നമ്മൾ കിട്ടി. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ എന്താണ് പറഞ്ഞത്, പോസിറ്റീവും മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് പോസിറ്റീവ് തന്നെയാണ്. അതുപോലെ നെഗറ്റീവും മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് പോസിറ്റീവ് തന്നെയാണ്. ആൻഡ് രണ്ട് വ്യത്യസ്തമാണെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവാണ്, ആൻഡ് നെഗറ്റീവും പോസിറ്റീവും മൾട്ടിപ്ലൈ ചെയ്താലും എന്താണ് നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു. മൾട്ടിപ്ലിക്കേഷൻ സിമ്പിളാണ്, അത് എല്ലാവർക്കും മനസ്സിലായില്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഓക്കെ.